പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ട കമ്പികൾ പുറം തള്ളിയ നിലയിൽ 1.5 മാസത്തോളം അടച്ചിട്ട് അറ്റകുറ്റപ്രവൃത്തി നടത്തിയിട്ടും പഴയങ്ങാടി പാലം പഴയപടി തന്നെ. പ്രതിഷേധം വ്യാപകമാവുകയാണ്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും അപകടക്കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് 1.5 മാസത്തോളം അടച്ചിട്ട് റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്തിൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയായിരുന്നു പാലത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചത്. S ആകൃതിയിൽ വളവുള്ള പാലം തുടക്കം മുതലേ ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പാലം അറ്റകുറ്റപ്രവൃത്തി നടത്തിയാൽ മാസങ്ങൾക്കുള്ളിൽ പൊട്ടിപ്പൊളിയും. ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് 1.5 മാസത്തോളം പാലം അടച്ചിട്ട് അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. പാലത്തിലെ ടാറിങ് ഇളകി കോൺക്രീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ കമ്പികൾ തുരുമ്പെടുത്ത നിലയിലായിരുന്നു. കമ്പികൾ മുറിച്ചുമാറ്റി പുതിയ കമ്പികൾ സ്ഥാപിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ മൈക്രോ കോൺക്രീറ്റും നടത്തിയ ശേഷം പാലം പൂർണ്ണമായും മെക്കാഡം ടാറിങ്ങും നടത്തി നവീകരിച്ചുവെങ്കിലും ആദ്യ മഴയിൽ തന്നെ പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ പാലത്തിലെ കമ്പികൾ ഉൾപ്പെടെ പുറത്തു കാണുന്ന അവസ്ഥയിലാണ്. കുഴിയിൽ വീണ വാഹനയാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ അപകട സാധ്യത ഏറെയാണ്. പാലം വീണ്ടും അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ അവസ്ഥ ഏകദേശം 2 മാസക്കാലം അടച്ചിട്ടിട്ട് ഇപ്പോൾ തുറന്നതാണ്. ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ മഴ തന്നെ ഇത് പൊട്ടി. അപ്പോൾ ഇപ്പോൾ കമ്പി കാണുന്ന അവസ്ഥയിലാണ്. വീണ്ടും പഴയതുപോലെ. ഇതിന് ഒരു അടിയന്തര നടപടി ഉണ്ടാവണം. പാലത്തെക്കുറിച്ച് പഠിക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദഗ്ധ സംഘം പാലം സന്ദർശിച്ചിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലെ കുഴികൾ അടയ്ക്കാൻ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതോടൊപ്പം പ്രവൃത്തി നടത്തിയ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലെ അവസ്ഥയും ഇതുതന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.